ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഹമാസ് ഇസ്രയേൽ വാർ, ഹമാസ് ഇസ്രയേൽ യുദ്ധം, അതായത് ഒരു വർഷം തികയുകയാണ് ഹമാസ് ഇസ്രയേൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ട്. 1 ഇയർ ആനിവേഴ്സറി, അതായത് ഒരു വർഷം മുമ്പ്, അതായത് 2023 ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത്. അതുവരെയുള്ള ഹമാസ് ഇസ്രയേൽ ഇതിൻ്റെ ഏറ്റവും മാരകമായ ഒരു ആക്രമണമായിരുന്നു അത്. അതായത് ഹമാസ് ഇസ്രയേലിലേക്ക് ഏതാണ്ട് 1000-കണക്കിനോളം റോക്കറ്റുകളാണെന്ന് വിക്ഷേപിച്ചതും അതിൽ ഏകദേശം 1200 പേരോളം മരിക്കുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ആ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹമാസിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ 42,000 പേരോളമാണ് ആ ഒരു ഇതിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം തികയുകയാണ് ഹമാസിനെതിരെ, അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഇങ്ങനെ പിന്നീട് ഒരു വർഷ കാലയളവിൽ നിരവധി തവണ ഏറ്റുമുട്ടി ആ ഒരു സംഭവം. അത് സ്റ്റാർട്ട് ചെയ്തത് 2023 ഒക്ടോബർ 7-നായിരുന്നു. ഇപ്പോൾ ഒരു വർഷം തികയുമ്പോഴും അത്ര നല്ല റിപ്പോർട്ടുകളല്ല പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോഴും പുറത്തു വരുന്നത്. കാരണം ചുറ്റുമുള്ള രാജ്യങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 1 ഇയർ ആനിവേഴ്സറി തികയുന്നതിന് തലേദിവസം തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തിയിൽ ഏകദേശം 10 പേർക്കോളം പരിക്കേറ്റു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ഇസ്രായേലിലെ ഏറ്റവും വലിയ 3ാമത്തെ നഗരമായ ഹൈഫയിലാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത്. അതിൽ 10 പേർക്കോളം പരിക്കേറ്റു. അതോടൊപ്പം ഞായറാഴ്ച, അതായത് ഒക്ടോബർ 6-ാം തീയതി ലെബണനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. ലെബണൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൻ്റെ വടക്ക് പടിഞ്ഞാറാണ് വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. അതോടൊപ്പം ഗാസയിലും ഇസ്രായേൽ ആക്രമണം നടത്തി. സെയിം ഞായറാഴ്ച തന്നെ ഗാസയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതിൽ ഏകദേശം 26ഓളം പേര് കൊല്ലപ്പെടുകയും 93 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴും അത്ര നല്ല റിപ്പോർട്ടുകളല്ല പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് ഇറാൻ്റെ പിന്തുണയുള്ള ഭീകര ഗ്രൂപ്പിലാണ് ഹമാസ്, ഹിസ്ബുള്ള അടക്കമുള്ള. അപ്പോൾ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇപ്പോൾ എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള തലവനെയൊക്കെ ഇസ്രായേൽ നേരത്തെ വധിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് പശ്ചിമേഷ്യയിൽ നിന്നും അത്ര നല്ല റിപ്പോർട്ടുകളല്ല ഡെയിലി നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചു, യമനെ ആക്രമിച്ചു, ഗാസയിൽ അപ്പം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഇറാനെതിരെയുള്ള ആക്രമണങ്ങളായിരുന്നു. അതായത് ഇറാൻ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെല്ലാം അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ രാജ്യങ്ങളിലാണല്ലോ ഭീകര ഗ്രൂപ്പുകൾ, ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകളുള്ള രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാൻ്റെ പിന്തുണയുള്ള. അപ്പോൾ ഈ ആക്രമണം കൂടി വന്നപ്പോൾ ഇതിനെതിരെ ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു. അപ്പോൾ ഇസ്രായേലിനി അടുത്തത് ഇറാനെ ആക്രമിക്കാനായിരിക്കും പദ്ധതിയിടുക. ഏതായാലും പശ്ചിമേഷ്യയിൽ നിന്നും അടുത്തുള്ള നല്ല റിപ്പോർട്ടുകളല്ല പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ലോകമെമ്പാടും പാലസ്തീൻ അനുകൂലികൾ ഇസ്രായേലിനെതിരെ, അതായത് ഈ 1 ഇയർ തികയുന്നതിൻ്റെ തലേദിവസം ഇസ്രായേലിനെതിരെ വൻ പ്രകടനങ്ങളാണ് ലോകമെമ്പാടും നടന്നത്. അതായത് ജക്കാർത്ത മുതൽ ഇസ്താംബുൾ വരെ പാലസ്തീൻ പ്രകടനക്കാർ ഇസ്രായേലിനെതിരെ, പാലസ്തീൻ അനുകൂലികൾ ഇസ്രായേലിനെതിരെ പ്രകടനം നടത്തി. അതോടൊപ്പം ശനിയാഴ്ച വാഷിങ്ടണിലും മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലും, അമേരിക്കയിലെ വാഷിങ്ടണിലും അതോടൊപ്പം യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിലും വൻ റാലികളും പരിപാടികളും ഒക്കെ നടന്നിരുന്നു ഇസ്രായേലിനെതിരെ. അങ്ങനെ വൻ രീതിയിൽ പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അധികം താമസിയാതെ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ അത് വേറൊരു ലെവലിലേക്ക്, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വേറൊരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് പറയാം. ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്. ഏതായാലും അത്ര നല്ല റിപ്പോർട്ടുകളല്ല പശ്ചിമേഷ്യയിൽ നിന്നും ഡെയിലി ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.